ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. നമ്മുടെ ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ജീരക മൈലാഞ്ചി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലോട്ടേക്ക് കടക്കുന്നതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ. ജീരക മൈലാഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് സാധനങ്ങൾ നമുക്ക് മിക്സ് ചെയ്ത് വെക്കണം. ആദ്യമായിട്ട് തന്നെ ഞാൻ ഇവിടെ കാപ്പിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ കാപ്പിപ്പൊടിയും ഉപയോഗിക്കാം. പിന്നെ ഇവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേരുവകളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സാധാരണ കാപ്പിപ്പൊടിയേക്കാളും ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടി ഉപയോഗിക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ല കട്ടിയിൽ ഫസ്റ്റ് ടൈം ഇടുമ്പോൾ തന്നെ നല്ല കട്ടിയിൽ ചോക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടി തന്നെ കിട്ടുമെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതിനുശേഷം ഞാനിവിടെ ഇതുപോലത്തെ ഒരു ചെറിയൊരു ചായച്ചെമ്പ് എടുത്തിട്ടുണ്ട്. അതിൽ ഞാനിത് സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ചെമ്പാണ്. അതിൻ്റെ ചുറ്റിലും ഈ ഒരു കൂട്ട് നമുക്കിതിലിട്ട് കൊടുക്കാം. നടുവിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ചുറ്റിലായിട്ടും നമുക്ക് ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കാം. അത് നടുവിൽ ഗ്യാപ്പ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ആവി വെള്ളം ഈ ഒരു നടുവിൽ നമ്മളൊരു പാത്രം വെക്കും, അതിലേക്കാണ് ഉറ്റി വീഴുന്നത്. നമ്മുടെ ഈ ചെമ്പിൽ ഇറങ്ങി നിൽക്കുന്ന രീതിയിലുള്ള സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ അല്ലെങ്കിൽ ഇതുപോലത്തെ ബൗളോ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. കഴിയുന്നതും നമ്മുടെ ഈ എടുത്തിരിക്കുന്ന ചെമ്പിൻ്റെ അത്രയും വലുപ്പമുള്ളൊരു ബൗള് എടുക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് മാക്സിമം നമ്മുടെ ആവി വെള്ളം ഇതിലേക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ കുണ്ടുള്ളൊരു ഇതുപോലത്തെ ഒരു പാത്രത്തിൽ ഒരല്പം വെള്ളം എടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്ത് നല്ല കുഴിയുള്ള പാത്രത്തിൽ വേണം വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് വെള്ളം മതി, കുറേ വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല. ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം ഇതിൽ നിന്ന് ആവി പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റുള്ള എന്തെങ്കിലും ഇതുപോലെ ഈ വെള്ളത്തിൽ ഇറക്കി വെക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 to 20 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഫ്ലെയിമിൽ വെക്കുമ്പോൾ ഈ മേലെ ഈ വെള്ളത്തിൽ കാണുന്നത് പോലത്തെ തിള വന്നിട്ടുണ്ടാവും. 15 മിനിറ്റിന് ശേഷം നമുക്ക് ഇതുപോലെ തിള വന്ന് കാണുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഈ ഒരു വെയിറ്റ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഈ മേലെ വെച്ച പാത്രം എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ വെച്ച പാത്രത്തിൽ നന്നായിട്ട് ആവി വെള്ളം കളക്ട് ആയിട്ടുണ്ട്. ഞാനൊരു 2-3 തവണ ഇതുപോലെ ചെയ്തിട്ടുണ്ടാക്കിയെടുത്ത ആവി വെള്ളമാണ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പേസ്റ്റ് രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആവശ്യത്തിന് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൺസിസ്റ്റൻസി എത്തുന്നത് വരെ മൈദ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ നഖത്തിനിടാൻ പറ്റിയൊരു പാകതയിൽ വേണം, അധികം ലൂസും അല്ല എന്നാൽ നന്ന ടൈറ്റും അല്ലാത്തൊരു രീതിയിൽ വേണം മൈദ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ എൻ്റെ പേസ്റ്റ് ഉണ്ടാക്കാറുള്ളത്. ഇനി ഞാനിത് സെയിൽ ചെയ്യുന്ന കാരണം എനിക്കിത് നെയിൽ കോൺസ് ഉണ്ടാക്കണം. അപ്പോൾ അതുകൂടി ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സെലോഫെയിൻ ഷീറ്റ് എടുത്തിട്ടുണ്ട്. സെലോഫെയിൻ ഷീറ്റ് കട്ടിങ്ങിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കോൺ റോളിങ്ങും നമ്മുടെ ആ സെയിം വീഡിയോയിൽ തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നമ്മളിവിടെ നെയിൽ കോണാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മറ്റേ കോണിൻ്റെ പോലെ അധികം വലിയ കോണല്ല, കുറച്ചുകൂടി നേരിയ കോണാണ്. അപ്പോൾ കഴിയുന്നത്ര ഉള്ളിലെ ഷീറ്റ് താഴോട്ടേക്ക് വലിച്ചിട്ട് കഴിയുന്നത്ര ടൈറ്റ് ആക്കണം. അങ്ങനെ ഒരു നേരിയ കോണാണ് നമുക്ക് ഈ ഒരു നെയിൽ കോണിന് ആവശ്യം. കാരണം നമ്മൾ ചെറിയ ഗ്രാമേ ഇതിൽ ഫില്ല് ചെയ്യുന്നുള്ളൂ. ഉള്ളിലത്തെ ഷീറ്റ് മാക്സിമം താഴോട്ടേക്ക് വലിച്ചതിന് ശേഷം ഒരു സെലോ ടൈപ്പ് എടുത്തിട്ട് ഈ മേലെയുള്ള ഈ ബാക്കി വന്നിട്ടുള്ള ഈ ഒരു പീസിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. നമ്മുടെ കോണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലത്തെ കുറച്ച് കോൺസ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് എല്ലാം ഒരുമിച്ചിട്ട് ഫില്ല് ചെയ്യാം. സ്പൂൺ വെച്ചിട്ടാണ് പേസ്റ്റ് നമ്മൾ ഈ ഒരു കോണിലേക്ക് ഫില്ല് ചെയ്യുന്നത്. 10 ഗ്രാമാണ് ഞാൻ സെയിൽ ചെയ്യുന്ന കോണിൻ്റെ വെയിറ്റ്. അതിന് 30 rupees ഞാനിടുന്ന റേറ്റ്.
ഒരു വെയിങ് മെഷീനിൽ വെച്ചിട്ട് നമുക്കിതിൻ്റെ വെയിറ്റ് നോക്കാം. അപ്പോൾ കറക്റ്റ് 10 ഗ്രാം ഉണ്ട്. ഇനി നമുക്ക് ഈ കോൺ സീൽ ചെയ്യാം. സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയൊരു പീസ് സെല്ലോ ടേപ്പ് ആദ്യം എടുക്കുന്നുണ്ട്. ഈ ഒരു കോണിൻ്റെ മേൽഭാഗത്തായിട്ട് ഡയഗണലായിട്ട് ഈ ഒരു ഫസ്റ്റ് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. വേറൊരു പീസ് എടുത്തിട്ട് ഹൊറിസോണ്ടലായിട്ടും ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ആ ഭാഗം ക്ലോസ് ചെയ്യാം. പേസ്റ്റ് കംപ്ലീറ്റ് താഴോട്ടേക്ക് പ്രസ് ചെയ്തതിന് ശേഷം 2 പ്രാവശ്യം ഒന്നിതുപോലെ മടക്കി കൊടുക്കാം. എന്നിട്ട് കോണായിട്ട് 2 ഭാഗത്തു നിന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് മുകളിൽ നിന്ന് ഒരു പ്രാവശ്യം മടക്കി കൊടുക്കുക. പിന്നെയും ഒന്നുകൂടെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഒരു ചെറിയ പീസ് സെല്ലോ ടേപ്പ് എടുത്തിട്ട് ആ ഭാഗം സീൽ ചെയ്യാം. ഇനി ഈ 2 സൈഡിൽ നിന്നും ഒന്ന് മേലോട്ടേക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോ ഭാഗമായിട്ട് നമുക്ക് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം ഫസ്റ്റ് പോർഷൻ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ തന്നെ മടക്കിയിട്ട് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ തന്നെ കോണ് ഫുള്ളി സീൽഡ് ആണ്. പക്ഷേ തീരെ ലീക്ക് വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് 2 സൈഡും ഇതുപോലെ സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഈ ഒരു മൈലാഞ്ചി ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ സെല്ലോ ടേപ്പ് ഇളകി പോരുന്നതുകൊണ്ട് ഇതിന് ചുറ്റിലും നമ്മളൊരു സെല്ലോ ടേപ്പ് കൂടി ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ മൈലാഞ്ചി കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് നമ്മുടെ സ്റ്റിക്കർ കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് റെഡിയായി. നമ്മുടെ നീൽക്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കയ്യിൽ അപ്ലൈ ചെയ്യാം. എൻ്റെ കയ്യിൽ ഓൾറെഡി മൈലാഞ്ചി ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ഉമ്മാൻ്റെ കയ്യിലാണ് ഇടുന്നത്. ഇപ്പോൾ നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് കയ്യിൽ നിന്ന് ഒലിച്ചിട്ട് വരുന്നൊന്നുമില്ല. കറക്റ്റായിട്ട് നമ്മുടെ നെയിലിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇതെൻ്റെ കയ്യിൽ ഫസ്റ്റ് ടൈം ഇട്ടപ്പോൾ ഉള്ള ഫോട്ടോ ആണ്. അപ്പോൾ നല്ല കളർ വരും ഫസ്റ്റ് ടൈം ഇടുമ്പോൾ തന്നെ. നിങ്ങളും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും, അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.